പാണഞ്ചേരി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കൽക്കട്ടയിലെ ആർജിക്കർ ആശുപത്രിയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാനുഷത എന്ന പേരിലാണ് ധർണ സംഘടിപ്പിച്ചത്. വെള്ളാനിക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ മുൻ MP കുമാരി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി ഡിജോ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല മുഖ്യാതിഥിയായിരുന്നു. KPCC മെമ്പർ ലീലാമ്മ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നേതാക്കളായ ജിനി ജോയ്, സുശീല രാജൻ, ഷെർലി മോഹനൻ, ശകുന്തള സജീവ്, ബിന്ദു ബിജു, മിനി വിനോദ്, ഓമന ശങ്കർ, ഫിലോമിന, റീന മേരി ജോൺ, ശോഭന, ജോളി ജോർജ്, സീത ജനാർദ്ദൻ, സഫിയ ജമാൽ, അമ്പിളി, ബീന, കോൺഗ്രസ് നേതാക്കളായ KN വിജയകുമാർ, ML ബേബി, KC അഭിലാഷ്, സുരേഷ് കരുൺ, KP ചാക്കോച്ചൻ, ജോൺസൺ മല്യത്ത്, ഡോക്ടർ മനോജ് പുഷ്കർ, ബാബു പാണങ്കുടി, പൗലോസ് KM, ബാബു തോമസ്, MM അബൂബക്കർ, ബിജു ഐസക്, ജോസ് ചന്ദ്രൻ, മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, മറ്റു പോഷക സംഘടനാ ഭാരവാഹികളും ധർണയിൽ പങ്കെടുത്തു. ഈ പ്രതിഷേധ ധർണയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ കോൺഗ്രസിൻ്റെയും കുടുംബാംഗങ്ങൾ, നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ ഈ ഒരു പ്രതിഷേധ സായാഹ്ന ധർണയിലേക്ക് എത്തിയിരിക്കുന്ന വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് കേരളവും ഇന്ത്യയും എല്ലാ വാർത്താ മാധ്യമ ചാനലിലും ഒരു ബ്രേക്കിംഗ് ന്യൂസായി വന്ന് മറ്റു ന്യൂസുകൾ വരുമ്പോൾ ഇത് ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ അല്ലെങ്കിൽ ഏറ്റവും പിന്നിലേക്ക് പോകുന്ന ഒരു ന്യൂസായി മാറുന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊരു സംസ്ഥാനത്ത് മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ഏതോ ഒരു കുടുംബത്തിൽ ഒരമ്മ 10 മാസം കുഞ്ഞിന് ജന്മം കൊടുത്ത് നൊന്തുപെറ്റ ഏതോ ഒരു അമ്മയുടെ കണ്ണുനീര് ഇപ്പോഴും തോരാതെ ഇരിക്കുക. മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമുക്ക് തോന്നും അത് നമ്മുടെ പ്രദേശത്തൊന്നും അല്ലല്ലോ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോലും വഴിയരികിൽ കാത്തു നിൽക്കുന്ന സമയത്ത് മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വരുമ്പം ലീല ടീച്ചറെ കാത്തു നിൽക്കുന്ന സമയത്ത് വഴിയിൽ കാത്തു നിന്ന ഒരാൾ ചോദിക്കുക, അത് നടന്നത് ബംഗാളിലല്ലേ, എന്തിനാ ഇവിടെ പ്രതിഷേധ ധർണ നടത്തേണ്ടത്? എനിക്ക് ആ ചോദിച്ച വ്യക്തിയുടെ വാക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതോ ഒരു ഭാഷ സംസാരിക്കുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഏതാനും മൈലുകൾക്കപ്പുറത്തുള്ള ഒരു സംസ്ഥാനത്തിൽ നടന്നതിന് കേരളത്തിലെ മഹിളാ കോൺഗ്രസ് എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? മനുഷ്യന്റെ മാനസികമായിരിക്കുന്ന ചിന്താഗതി എത്രത്തോളം തരം താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ആ ചോദിച്ച വാക്കുകളിൽ നിന്ന് ഞാൻ ചിന്തിച്ചു. ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടിൽ, ദൈനംദിനമായിരിക്കുന്ന ജീവിതത്തിൽ തൻ്റെ പ്രാരാബ്ധങ്ങൾക്ക് നടുവിൽ നിന്ന് അച്ഛനും അമ്മയും തനിക്ക് ജനിച്ചു വീഴുന്ന മകൾക്കോ മകനോ വേണ്ടി മുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് കഷ്ടപ്പെടുന്ന, പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന അച്ഛനമ്മമാരെ കണ്ടു വളർന്നതാണ് നമ്മൾ ഓരോരുത്തരും. വിദ്യാഭ്യാസമാണ് തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. ആ വിദ്യാഭ്യാസം കൊടുത്താൽ ഏതൊരു മോഷ്ടാവ് വന്നാൽ പോലും മോഷ്ടിച്ചെടുക്കാൻ പറ്റാത്തത് മകനെ നിന്റെ കയ്യിൽ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവുക ആ വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഗുരുശ്രേഷ്ഠരുള്ള രാജ്യമാണ് ഇന്ത്യ. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണ മാതൃകയായിരുന്നു കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം. അങ്ങനെ തൻ്റെ കൈകളിൽ നിന്ന് ആര് വന്നാലും പിടിച്ചെടുത്ത് കൊണ്ടുപോകാൻ കഴിയാത്ത ആ ഏറ്റവും വലിയ സമ്പാദ്യമായിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയുടെ ശ്രേഷ്ഠമായിരിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഏറ്റവും സാധാരണക്കാരനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സേവനം ചെയ്യാൻ കഴിയുന്ന മേഖല തെരഞ്ഞെടുത്ത ഒരു പെൺകുട്ടി അതിദാരുണമായി ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയിലെ ജോലികളിൽ ഏത് മേഖല എടുത്തു നോക്കിയാലും നമുക്ക് പറയുവാൻ സാധിക്കും, അതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്നത് സ്ത്രീകളാണ്. വിദ്യാഭ്യാസ മേഖലയിലേക്ക്, ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോയാൽ, ഒരു സ്കൂളിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കിയാൽ, ഒരു സ്കൂൾ വാർഷികം നടക്കുമ്പോൾ, ഈ സ്കൂളിലെ മറ്റു കലോത്സവങ്ങൾ നടക്കുമ്പോൾ
അവിടെ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെ തൊഴിലെടുക്കുന്ന ടീച്ചിങ് മേഖലയിൽ ഏറ്റവും മുൻതൂക്കമുള്ളത് വനിതകൾക്കാണ്. കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ അവിടെയും കാണാൻ സാധിക്കുന്നത് സ്ത്രീകളെയാണ് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഐ ടി മേഖലയിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ അവിടെയും ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് പെൺകുട്ടികളെയാണ്, വനിതകളെയാണ്. ഇനി റാങ്കിൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആളുകളെ നമ്മൾ നോക്കുമ്പോൾ, എൻട്രൻസ് എക്സാമുകൾ, സിവിൽ സർവീസ്, അതിനകത്തൊക്കെ നോക്കുമ്പോൾ റാങ്കിംഗ് പട്ടികയിലും മുൻനിരയിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ പെർസെന്റേജ്, ഏറ്റവും കൂടുതൽ വരുന്നത് പെൺകുട്ടികളാണ്, വനിതകളാണ്, വിദ്യാർത്ഥികളായിട്ട് കടന്നു വരുന്നത്. MBBSന്റെ ഒരു ശൃംഖല തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതും അതിൽ പരീക്ഷ എഴുതുന്നതും അതിൽ വിജയിച്ചു കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നവരുടെ കണക്കെടുത്ത് നോക്കിയാലും അതിനകത്തുമുള്ളത് പെൺകുട്ടികളാണ്. അങ്ങനെ ഈ രാജ്യം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കൊച്ചു കേരളം, ഇതെല്ലാം ഏറ്റവും മുൻപന്തിയിലേക്ക് വരുന്നതിന്റെ പിന്നിൽ അതിന്റെ ഏറ്റവും മിടുക്ക് ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങൾ, അത് ഇന്ത്യൻ പാർലമെന്റ് ആണെങ്കിലും അത് നിയമസഭകളാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും അവിടെയൊക്കെ മികവ് കാണിച്ചത് എപ്പോഴും വനിതകളാകുന്ന സാഹചര്യത്തിൽ അതിദാരുണമായിട്ട് ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ തന്നെ ആശുപത്രിയിൽ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം എത്തിയ ഒരു പ്രതിയുടെ അക്രമത്തിന് ഇരയായിരിക്കുന്ന ഒരു പെൺകുട്ടി, മിടുക്കിയായ പെൺകുട്ടി മാസങ്ങൾക്ക് മുൻപേ വിട്ടുപിരിഞ്ഞു പോയി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ വീട്ടിലുള്ള ഒരു സാഹചര്യം, അവരുടെ അമ്മയും അവരുടെ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന മാനസികമായിരിക്കുന്ന പ്രയാസം, എവിടെയൊക്കെ സ്ത്രീകൾ മുൻനിരയിലേക്ക് വരുമ്പോൾ ഏറ്റവും സമൂഹത്തിൽ തന്നെ ഉന്നതമായിരിക്കുന്ന മേഖലയിലേക്ക് നമ്മുടെ പ്രദേശവും സംസ്ഥാനവും രാജ്യവും മുന്നേറുമ്പോൾ അതിൻ്റെയൊക്കെ മുന്നിലും പിന്നിലുമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വനിതകളുടെ, പെൺകുട്ടികളുടെ സാന്നിധ്യം നിറസാന്നിധ്യമായി നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്നത് ഒരു വനിതയായിട്ട് പോലും, എത്രയോ മുഖ്യമന്ത്രിമാർ വനിതകളായിരിക്കുമ്പോൾ പോലും ഒരു പെൺകുട്ടി ഇന്ന് ദാരുണമായി ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വേദനയോടുകൂടി തല കുമ്പിട്ടു പോകുന്ന സാഹചര്യത്തിലാണ് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് മഹിളാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ ധർണ നടത്തുന്നത്. ഇവിടെ നിൽക്കുന്ന അമ്മമാർ, ഇവിടെ നിൽക്കുന്ന സഹോദരിമാർ, ഇവരെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിരിക്കുന്ന ഡൽഹിയിൽ തെരുവോരങ്ങളിൽ രാത്രിയിൽ സഞ്ചരിക്കുന്ന ബസ്സിനകത്ത് നിന്ന് ഒരായുധം, പാര പോലെ ഒരായുധം ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു തള്ളുമ്പോഴും അന്നും വേദനിച്ച അമ്മമാരാണ് ഇന്ന് ബംഗാളിൽ കൽക്കട്ടയിൽ നടന്നിരിക്കുന്ന ആ പെൺകുട്ടിയുടെ വേദനയിലും ആ കുടുംബത്തിന്റെ വേദനയിലും പങ്കാളിയായി നിന്നുകൊണ്ട് ആ കുടുംബത്തിനോടൊപ്പം വനിതകൾക്ക് വേണ്ടി, ഒരു പെൺകുട്ടിക്ക് വേണ്ടി മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ധർണ നടത്തുമ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളുന്ന ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരോട് ഒരു കാര്യമേ പറയുവാനുള്ളൂ, ഞങ്ങൾക്കൊരൊറ്റ മനസ്സാണ്. അത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്ന സമയത്തും അത് ഞങ്ങളുടെ കുടുംബാംഗമാണ് എന്ന് കാണുവാനേ മഹിളാ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് ഈ പ്രതിഷേധ ധർണയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുക. വന്ദനയുടെ മരണം വന്നപ്പോഴും അതിന് തൊട്ടു മുൻപ് വീട്ടിൽ കിടന്നുറങ്ങുന്ന, കൊച്ചുപായയിൽ കിടന്നുറങ്ങുന്ന 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി ഏതോ ഒഴിഞ്ഞ മൂലയിലിട്ട് പീഡിപ്പിക്കുമ്പോഴും അമ്മമാരുടെ, സഹോദരിമാരുടെ വേദന, ഓരോ കുഞ്ഞിനെയും 10 മാസം തന്റെ ഇഷ്ടങ്ങളും തന്റെ ഇഷ്ടഭക്ഷണങ്ങളും തന്റെ ഇഷ്ടപ്പെട്ട യാത്രകളും മാറ്റിവെച്ച് ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുമ്പോൾ ആശുപത്രിയിൽ
തന്റെ നാഡി ഞരമ്പുകൾ വലിഞ്ഞു മുറുകുമ്പോൾ, അസ്ഥികൾ വലിഞ്ഞു മുറുകുമ്പോൾ, തന്റെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തുകൊണ്ട് ആ രാത്രി 12 മണിക്ക് വാവിട്ട് കരഞ്ഞ് ജനിച്ചു വീഴുന്ന ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ആ വേദനയെ മറന്നുകൊണ്ട് ആ വേദനയിൽ പുഞ്ചിരിക്കുവാൻ കഴിയുന്ന ശക്തി ഏതെന്ന് ചോദിച്ചാൽ അതൊരമ്മയ്ക്ക് മാത്രം കനിഞ്ഞനുഗ്രഹിച്ച ശക്തിയാണ്. അതനുഭവിച്ച ഒരമ്മയ്ക്ക്, ആ സഹനമറിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് കൽക്കട്ടയിൽ നടന്നാലും കേരളത്തിൽ നടന്നാലും ഇനി ഡൽഹിയിൽ നിർഭയ കൊല്ലപ്പെട്ടപ്പോഴും ഉണ്ടാകുന്ന വേദന ഒരേ വേദനയാണ്. അവിടെ ജാതിയുടെ വ്യത്യാസമില്ല, മതത്തിന്റെ വ്യത്യാസമില്ല, ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ല. ആയിഷാത്ത ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ, അന്നമ്മച്ചി ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ, ശാന്തേച്ചി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന ഒരേ വേദനയാണെന്ന് മനസ്സിലാക്കുവാൻ ശക്തിയുള്ള, ധാർമ്മികതയുള്ള സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് മഹിളാ കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ സായാഹ്ന ധർണയ്ക്ക് പാണഞ്ചേരി മഹിളാ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. അവിടെ നിന്ന് മാറി നിൽക്കുവാൻ കഴിയുകയില്ല. ഇന്നത് കൽക്കട്ടയിൽ സംഭവിച്ചിട്ട് നാളെ അത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീടിന്റെ പടിക്കലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ആശുപത്രിയുടെ വരാന്തയിലേക്കോ ആ വിഷയം വരുമ്പോൾ പ്രതികരിക്കാമെന്ന് കാണുന്നവരുടെ ഇടുങ്ങിയ ചിന്താഗതി അല്ല മഹിളാ കോൺഗ്രസിന്റെ ചിന്താഗതി എന്നുള്ളത് അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന വിഷമങ്ങൾ, തൊഴിലിടങ്ങളിൽ അവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ, അതേതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാകട്ടെ, അതൊരു പാക്കിംഗ് നിർമ്മാണം, ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ പാക്കിംഗ് ചെയ്യുന്ന ഏതെങ്കിലും നിർമ്മാണ കമ്പനികളിലാകട്ടെ, കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ ഏറ്റവും മുൻനിര പോരാളികളായി നിന്നുകൊണ്ട് കഠിന പ്രയത്നം നടത്തിയ ഡോക്ടർമാരും ആരോഗ്യ മേഖലയുമാകട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അതെവിടെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടാലും അത് തന്റെ മകളായി, തന്റെ സഹോദരിയായി മാത്രമേ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴിയും അതാണ്. അതുകൊണ്ട് ഇത്തരം ഒരു ദാരുണമായിരിക്കുന്ന വിഷയം വരുമ്പോൾ, ഇത്തരം ഒരു ദാരുണമായിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുവാൻ തയ്യാറല്ല പാണഞ്ചേരിയിലെ മഹിളാ കോൺഗ്രസ്. ശക്തമായി മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണു തുറന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണകൂട സ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന എത്രയോ വനിതകളുണ്ട്. അവരോട് കണ്ണു നിറഞ്ഞ് ഒന്ന് നോക്കണം, കൺ തുറന്നൊന്ന് നോക്കണം. കൽക്കട്ടയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും പിച്ചി ചീന്തപ്പെടുന്ന പാതിരാത്രികളിൽ ഏതെങ്കിലും ഒഴിഞ്ഞ മൂലയിൽ പിച്ചി ചീന്തപ്പെടുന്ന ആ സ്ത്രീക്കൊപ്പം ആയിരിക്കണം എന്നുള്ളതും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ കുറെ നാളുകളായി കണ്ടുവരുന്നത് ഏതെങ്കിലുമൊക്കെ നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിൽ അത്തരം ഒരു പഴുതുണ്ട് എങ്കിൽ ജനങ്ങൾക്ക് ആ നിയമത്തിന് മേലെയുള്ള വിശ്വാസമില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അധികാര കേന്ദ്രത്തിനോട് പറയുവാനുള്ളത്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പഴുതുകളിലൂടെ ഇത്തരം ക്രിമിനലുകൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ ആ പഴുതുകൾ അടച്ചുകൊണ്ട് അർഹമായിരിക്കുന്നവർക്ക് നീതി ലഭ്യമാക്കിക്കൊണ്ട് ആ പോരാടുന്നതിന് വേണ്ടി അവരോടൊപ്പം കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിയമത്തിനെ കൊണ്ടുവരണം എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ കുടുംബത്തിനോടൊപ്പം മഹിളാ കോൺഗ്രസ് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ കുടുംബാംഗങ്ങളുടെ ദുഃഖങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് ഇനിയും ഒരു നിർഭയ ഈ രാജ്യത്തുണ്ടാവരുത് എന്നുള്ള ഉറക്ക പ്രഖ്യാപനവുമായി കൊണ്ടായിരിക്കണം മുന്നോട്ടുള്ള യാത്ര. അതിന് ഞങ്ങളോടൊപ്പം ഈ രാജ്യത്തിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി നല്ല ഒരു സുന്ദരമായിരിക്കുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ പോലും ഒരു നിമിഷത്തിൽ പോലും ഒരു സെക്കൻഡുകളിൽ പോലും അവർ വേദനിക്കുന്നില്ല, അവർ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നമ്മൾ കാണുന്നത് ഒരമ്മയായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ രാജ്യത്തെ അമ്മയായി കാണുമ്പോൾ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ രാജ്യത്തിന് തന്നെ വേദനിക്കുന്നു എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സായാഹ്ന ധർണ, പ്രതിഷേധ ധർണ പാണഞ്ചേരി മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച ഈ ധർണയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പ്രതിഷേധ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് മഹിളാ കോൺഗ്രസ്.
എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ദുഃഖം. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചു ഇങ്ങനെ പരിപാടി